മാട്രസ് മാൻ എങ്ങനെയാണ് വ്യത്യസ്തമാണ്? മാട്രസ് മാൻ്റെ കേസിൽ ഡേ 1 തൊട്ട് ലാസ്റ്റ് ഡേ ഓഫ് ദ വാറണ്ടി പീരീഡ് അല്ല, ഗ്യാരണ്ടി പീരീഡ് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ കുഞ്ഞാണ്. അപ്പം ഇതിന് നോർമൽ വെയർ ആൻഡ് ടിയറിന് മുകളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഒന്നും അറിയണ്ട, ജസ്റ്റ് ഒരു ഫോൺ കോൾ എനിക്കോ എൻ്റെ സ്റ്റാഫിനെയോ അല്ല എനിക്കുള്ള കോൾ നമ്പറിൽ എവിടെയെങ്കിലും വെച്ച് അറിയിച്ചാൽ വിത്തിൻ 48 hours അതിൻ്റെ ഇൻസ്പെക്ഷൻ നടക്കും. റെക്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കേസാണെങ്കിൽ നിങ്ങൾ ഒരു പൈസ ചിലവാക്കണ്ട, വെഹിക്കിൾ അവിടെ വരും, അത് പിക്ക് ചെയ്യും, ഫാക്ടറി പോകും, റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ട് തരും. വിത്തിൻ 48 hours നടന്നിരിക്കും. ഇനി റിപ്പയർ ചെയ്ത് നേരാക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കുഴപ്പമല്ലല്ലോ, എൻ്റെ കുഴപ്പമല്ലേ. ആ സാധനം അവിടെ കിടക്കുമ്പോൾ തന്നെ വേറൊരു സാധനം അവിടെ വരും, പുതിയ സാധനം, ഒരു പോസ്റ്റ് ഇല്ല, പഴയ സാധനം എടുത്തു പോകും. പക്ഷേ വളരെ ഹാപ്പി അല്ല പ്രസ്റ്റീജിയസ് ആയിട്ട് എനിക്ക് പറയാൻ വേണ്ടി സാധനം ഇതുവരെ അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അത്രയും ക്വാളിറ്റിയോടുകൂടിയാണ്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എനിക്ക് ബ്ലീഡിങ് ആണ്. ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടി മേക്ക് ചെയ്യുന്ന സമയത്ത് അതങ്ങ് കറക്റ്റായിട്ട് ചെയ്താൽ പോരെ.